ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ മാറാനും മുഖം നല്ല നിറവും തിളക്കവും വർദ്ധിക്കാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ കുറച്ച് പ്രായമുള്ളവരിലെല്ലാം നല്ല മുഖം എന്താ പറയുക, നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോകുന്നത്, അതേപോലെ ചുളിവുകൾ വരുന്നത് ഒക്കെ ഉള്ള പ്രോബ്ലംസിനെല്ലാം ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി റിസൾട്ടായിരിക്കും ഉണ്ടാകുക. നമ്മുടെ ചർമ്മത്തിലുള്ള പാടുകൾ മാറാനും മുഖം എന്നും നല്ല തിളക്കമായിട്ട് നിൽക്കാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ള നമുക്ക് വീഡിയോ കാണാം. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി പച്ചരിപ്പൊടിയാണ്, വറുക്കാത്ത പച്ചരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുട്ടിൻ്റെ പൊടിയൊന്നും എടുക്കരുത്, ഫൈനായിട്ടുള്ള നൈസായിട്ടുള്ള പൗഡർ വേണം യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ എന്ന് പറയുന്നത് ചോളത്തിൻ്റെ പൊടിയാണ്. അത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വളരെ ചീപ്പ് റേറ്റിന് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഈ ചോളപ്പൊടി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ചെറുനാരങ്ങ നീര് 1 ടീസ്പൂണോളം മാത്രം മതി. ചെറുനാരങ്ങ നീര് ഫേസിൽ അപ്ലൈ ചെയ്താലും മോശമല്ലേ എന്ന് പറയാറുണ്ട്. അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രമാണ് പ്രശ്നം. ചെറുനാരങ്ങ നീര് ഇതേപോലെ ഫേസ് പാക്കിൽ ആഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രോബ്ലവും ഇല്ല. ഇനി അടുത്തതായി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ്. തേൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. തേന് നിർബന്ധമായിട്ടും നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാനെല്ലാം വളരെ നല്ലതാണ് തേൻ. പിന്നെ വേണ്ടത് ഒരു മുട്ട കംപ്ലീറ്റ് നമ്മൾ പൊട്ടിച്ച് വയ്ക്കണം. പിന്നെ ഈ മുട്ടേൻ്റെ സ്മെല്ലെല്ലാം ഉണ്ടാവില്ലേ എന്നൊന്നും പേടിക്കണ്ട, സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ സഹിക്കാൻ പറ്റാത്ത ഒരു സ്മെല്ലൊന്നും ഇതിനുണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ട ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക എന്നാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഒരു ഫേസ് പാക്കിൽ അത് റെഡി ആയിക്കോളും. എല്ലാന്നാണെങ്കിൽ നമ്മുടെ ആ ഇട്ട കോൺഫ്ലോറും നമ്മുടെ അരിപ്പൊടിയെല്ലാം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് മുട്ട ബീറ്റ് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ല ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കുക. നല്ലോണം ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് ചെയ്യേണ്ടത്. അപ്പോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖം ഒന്ന് കഴുകി തുടച്ചെടുക്കുക. മുഖം കഴുകി തുടച്ചെടുത്തതിന് ശേഷം വേണം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫേസ് ഇങ്ങനെ താഴോട്ടേക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നെല്ലാം തൂങ്ങിപ്പോവുക. നമ്മുടെ സ്കിന്ന് എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് താടിയുടെ ഭാഗത്തുനിന്ന് മേലേലേക്ക് സർക്കുലാർ മോഷനിൽ വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹാർഡായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ സർക്കുലാർ മോഷനിൽ താടിയുടെ ഭാഗത്തുനിന്ന് മേലേലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അത് തന്നെ ആ ഒരു ജസ്റ്റ് ഒരു മസാജിങ് തന്നെ നമ്മുടെ ഫേസിന് നല്ലതാണ്. നമ്മളെ ചർമ്മം തൂങ്ങിപ്പോകാണ്ടിരിക്കാനെല്ലാം അത് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നിങ്ങളിത് ഫേസിൽ വെച്ചാൽ മതി. ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാൻ ഇത് കഴുകി കളഞ്ഞിട്ടുണ്ട്. കഴുകി കളയുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും നല്ലൊരു തിളക്കം ആ ഒരു സമയത്ത് തന്നെ കിട്ടാനും സഹായിക്കും. പിന്നെ ബാക്കിയുള്ള ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റുമോ എന്നെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റില്ല. ഇത് നമ്മൾ ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ നമ്മളിത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ചെറുപ്പം നിലനിർത്താനും സൗന്ദര്യം വർദ്ധിക്കാനും എല്ലാം സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാന്നാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.